നമ്മുടെ ഈ ഒരു ചർച്ച കാണുന്ന പ്രേക്ഷകർ തന്നെ പറയട്ടെ തങ്ങളുടെ കുട്ടികൾ എങ്ങനെ വളരണം എന്നുള്ളത്. ഇവിടുത്തെ അധ്യാപകരെല്ലാം ശരിയാണോ എന്നതും ചിന്തിക്കേണ്ടതുണ്ട്. ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ഒരു കേരളത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. കുട്ടികളെ ശാരീരികമായി പീഡിപ്പിക്കുന്ന എത്രയോ അധ്യാപകരുണ്ട്. അവരെയൊക്കെ എങ്ങനെയാണ് നമ്മൾ അധ്യാപകരെന്ന് വിളിക്കാൻ കഴിയുന്നത്? അധ്യാപിക പോകുമ്പോൾ റീത്ത് വച്ച് പറഞ്ഞു വിട്ട വിദ്യാർത്ഥികളുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമുള്ള കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുട്ടികളെ തന്നെ ബാലപാഠം പറഞ്ഞു കൊടുക്കുന്ന, കുട്ടികൾക്ക് ഒരു അടിസ്ഥാനം ഉണ്ടാക്കി കൊടുക്കുന്നത് അധ്യാപകർ തന്നെയാണ്. വിധേയത്വപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. നമസ്കാരം. ഗുരുപൂർണിമ ദിനത്തിൽ ഗുരുവിനെ വന്ദിക്കുന്നത് തെറ്റോ? പാദപൂജ ചെയ്യുന്നത് തെറ്റോ? ഗുരുവിനെ വന്ദിക്കുന്ന സംസ്കാരമോ നിന്ദിക്കുന്ന സംസ്കാരമോ ഇന്ന് കേരളത്തിന് ആവശ്യം? ഈ വിഷയമാണ് ഇന്ന് വനിതാ ജംഗ്ഷൻ പരിശോധിക്കുന്നത്. ഐശ്വര്യ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഏറെ ചർച്ചയായ വിഷയമാണിത്. ഗുരുപൂർണിമ ദിവസം കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞത്. കുറേ സ്കൂളുകളിലൊക്കെ ഗുരുപൂർണിമ ആഘോഷിക്കുകയും ചെയ്തു. ഇപ്പോൾ ഗുരുവിനെ വന്ദിക്കണോ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാകുന്ന വിഷയം. ഇതിന് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കമൻറ്റുകൾ ധാരാളം വരുന്നതും. എന്തുകൊണ്ടാണ് ഈ വിഷയം ചർച്ചയാകുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. കാരണം ഇത് കഴിഞ്ഞ ദിവസം തുടങ്ങിയ ഒരു കാര്യമല്ല. ഗുരുപൂർണിമ ദിനത്തിൽ ഗുരുവിൻ്റെ പാദപൂജ ചെയ്യുക അല്ലെങ്കിൽ ഗുരുവിനെ വന്ദിക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം തുടങ്ങിയ ഒരു കാര്യമല്ല. ഇത് കാലാകാലങ്ങളായി നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വർഷങ്ങളായി, എന്തിന് നമ്മൾ ജനിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മാതാപിതാക്കൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: മാതാപിതാ ഗുരു ദൈവം. അതായത് മാതാവും പിതാവും കഴിഞ്ഞാൽ പിന്നെ ഗുരുവിനാണ് സ്ഥാനം. അതായത് അതുപോലെ നമ്മൾ ഗുരുവിനെ ഈ പറഞ്ഞ പോലെ നമ്മൾ അവരെ അനുസരിക്കുകയും അതുപോലെ തന്നെ അവരെ വന്ദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും പഠിച്ചു വരുന്ന, ശീലിച്ച കാര്യം. പക്ഷേ ഇന്നത് ചർച്ചയാവുകയാണ്. ചില സ്കൂളുകളിൽ ഗുരുപൂജ നടത്തി എന്ന് പറയുമ്പോൾ ചില തൽപര കക്ഷികൾ അതിനെ വാർത്തയാക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ വിവാദമുണ്ടാക്കുന്നു. ഇതിൽ വിവാദമുണ്ടാക്കാൻ എന്തിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം നമ്മളെ പഠിപ്പിക്കുന്ന, അറിവ് പകർന്നു നൽകുന്ന ഗുരുനാഥനെ നമ്മൾ വന്ദിക്കുക എന്ന് പറയുന്നത് അതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. കാരണം അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഓരോ കുട്ടിയും അങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടത്. നാളത്തെ തലമുറയ്ക്ക് അത് തന്നെയാണ് പകർന്നു കൊടുക്കേണ്ടത്. നമുക്ക് അറിവ് പകർന്നു തരുന്ന ഗുരുനാഥനെ നമ്മൾ എപ്പോഴും ആദരവോടെ നോക്കിക്കാണുകയും കാണുമ്പോൾ ഒന്ന് തൊഴുകയും ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരമാണ്. ഇപ്പോൾ പുരോഗമന ചിന്താഗതിക്കാരെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ ഈ മാതാവ്, പിതാവ്, ഗുരു അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാകണം എന്നില്ല. കാരണം എന്ത് വിഷയം കിട്ടിയാലും അതിൽ വിവാദം കണ്ടെത്തി അതിനെ വഷളാക്കുന്ന ഒരു പ്രവണത ഇന്ന് സമൂഹത്ത് കണ്ടുവരുന്നുണ്ട്. സോഷ്യൽ മീഡിയയും അതിനായി ഉപയോഗിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗുരുപൂജ ഇത്രയധികം വിവാദമാകാനുള്ള കാരണവും അത് തന്നെയാണ്. ഐശ്വര്യ, എൻ്റെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ പ്രാചീന കാലഘട്ടമുണ്ട്, ആധുനിക കാലഘട്ടമുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് പരസ്പര ബഹുമാനമല്ലേ വേണ്ടത്. അത് അധ്യാപകരാണെങ്കിലും കുട്ടികളാണെങ്കിലും പരസ്പര ബഹുമാനമാണ് വേണ്ടത് എന്നുള്ളതാണ്. പോസിറ്റീവും നെഗറ്റീവും വരുമ്പോൾ ഈ നെഗറ്റീവ് എന്ന് പറയാതെ തന്നെ അവരുടെ ഉള്ളിലെ ആ ഒരു സംശയം ശരിയല്ലേ എന്നത് തന്നെയാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. പരസ്പര ബഹുമാനം അവിടെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉയരുന്നില്ലേ? ഈ പരസ്പര ബഹുമാനം എന്ന് പറഞ്ഞത് കറക്റ്റാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, അത് അധ്യാപകനും കുട്ടിയും ആണെങ്കിലും ശരി തന്നെയാണ്, രണ്ട് വ്യക്തികളാണെങ്കിലും ശരി തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടത് പരസ്പര ബഹുമാനം തന്നെയാണ്. അവിടെ കുറച്ച് വ്യത്യസ്തത വരുന്നത് അധ്യാപകരുടെ കാര്യത്തിലാണ്. കാരണം അറിവ് പകർന്നു നൽകുന്ന, നമ്മൾ ഈ മുന്നോട്ടുള്ള ജീവിതത്തിൽ, നമ്മുടെ ആജീവനാന്ത കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമുക്ക് അറിവാണ്. നമുക്ക് അത് പകർന്നു തരുന്ന ഗുരുനാഥനെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചില സ്കൂളുകളിൽ മാത്രം, അല്ലെങ്കിൽ അത് കലാകാലങ്ങളായി നടക്കുന്നതാണ്, അവിടെ അധ്യാപകരെ ഒന്ന് പഠിപ്പിച്ച് പോയ വിരമിച്ച അധ്യാപകരെ വിളിച്ചു വരുത്തി അവരെ പാദപൂജ ചെയ്യുക, അവരെ ആദരിക്കുക എന്ന് പറയും. നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു, ഈ പറഞ്ഞതുപോലെ ഒരു അനുമോദനം അല്ലെങ്കിൽ ഒരു ആദരവൊക്കെയാണ്. അത് നമ്മുടെ കുട്ടികളെ വിളിച്ചിരുത്തി ആ ഒരു അധ്യാപകർക്ക് ഇതുപോലെ നമ്മൾ ഈ പാദപൂജ ചെയ്യുന്നു എന്ന് പറയുമ്പോഴേക്കും അതിൽ ഒരു മോശവും വിചാരിക്കേണ്ട കാര്യമില്ല. ഇന്ന് അതും ഒരു കുട്ടികളോട് പോലും നിങ്ങളിങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ആരും വാശി പിടിച്ചിട്ടില്ല. ചില സ്കൂളുകൾക്ക് അത്തരമൊരു സംസ്കാരമുണ്ട്. എല്ലാ സ്കൂളുകൾക്കും, എല്ലാ മാനേജ്മെൻറ്റ് സ്കൂളുകൾക്കും, ഇപ്പോൾ ക്രൈസ്തവ സ്കൂളുകളുണ്ട്, എല്ലാ സ്കൂളുകൾക്കും അവരുടേതായ രീതികളുണ്ട്. അത് ഒരിക്കലും മോശപ്പെട്ട രീതികളല്ല. പക്ഷേ ഇത് മതവുമായി കലർത്തുമ്പോഴാണ് ഇവിടെ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ഇത്തരം വിഷയങ്ങൾ മതവും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായി ഏറ്റെടുക്കുമ്പോഴാണ് ഈ വിവാദങ്ങളെല്ലാം തന്നെയും ഉണ്ടാകുന്നത്. അതുകൊണ്ട്
അതുകൊണ്ടാണ് ഈ ഗുരുപൂർണിമ എല്ലാ വർഷവും ആചരിച്ചു വരുന്നതാണ്. പക്ഷേ ഇന്ന് ആ ഒരു വിഷയത്തിന് ഇത്രയും സമൂഹ മാധ്യമങ്ങളടക്കം ഇത്രയും ഒരു പ്രസക്തി കിട്ടാൻ കാരണം, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വരാൻ കാരണം, അത് മാധ്യമങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയവും അതിൽ കലരുമ്പോഴാണ് ഈ വിഷയം ഇത്രയും വഷളാവുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു സംസ്കാരം അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വന്ന രീതി അനുസരിച്ച് അധ്യാപകരെ ബഹുമാനിക്കേണ്ടത് അത്യാവശ്യമല്ലേ? നമ്മളെല്ലാവരെയും പരസ്പരം ബഹുമാനിക്കണം എന്ന് വിചാരിച്ച് എല്ലാം അടിച്ചേൽപ്പിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒരു നിയമം വരുമ്പോൾ ആ നിയമത്തിലൂടെ എല്ലാ വിദ്യാർത്ഥികളും പോകണം എന്നുള്ളതാണ്. പക്ഷേ ചില രക്ഷിതാക്കൾക്ക് ചിലപ്പോൾ അതിനോട് താല്പര്യം ഉണ്ടാകണമെന്നുമില്ല. പിന്നെ തന്നെയുമല്ല, നമ്മൾ പ്രാചീന കാലവും ആധുനിക കാലവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എത്രത്തോളം വ്യത്യാസമുണ്ട്. പഴയ ഗുരുക്കന്മാരെ പോലാണ് ഇപ്പോഴുള്ള അധ്യാപകരെല്ലാം. അങ്ങനെ ഐശ്വര്യക്ക് പറയാൻ സാധിക്കും. കുട്ടികളെ പോലെയാണോ ഇപ്പോഴത്തെ കുട്ടികൾ? നമ്മൾ ഈ ഇത്തരം സംസ്കാരങ്ങൾ വേണ്ട എന്ന് പറയുമ്പോൾ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ഒരു കേരളത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. 23 വർഷം സർവീസ് നടത്തി അധ്യാപന ജീവിതത്തിൽ നിന്നും ആ ഒരു അധ്യാപിക പോകുമ്പോൾ റീത്ത് വച്ച് പറഞ്ഞു വിട്ട വിദ്യാർത്ഥികളുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമുള്ള കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ അധ്യാപകരുണ്ട്, അത് നമ്മൾ മറക്കരുത്. അധ്യാപകരുണ്ട്, പീഡിപ്പിക്കുന്ന അധ്യാപകരുണ്ട്, മാർക്ക് കുറഞ്ഞാൽ കുട്ടികളെ വഴക്ക് പറയുന്ന അധ്യാപകരുണ്ട്. പണ്ടത്തെ അധ്യാപകരെന്താണ് പറഞ്ഞു കൊടുത്ത അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരു അധ്യാപകർ ഇപ്പോൾ നമുക്കുണ്ടോ എന്ന് സംശയമാണ്. ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്, ഒരു വിഭാഗം അധ്യാപകർ അങ്ങനെ തന്നെയുണ്ട്. എന്തായാലും മാർക്ക് കുറഞ്ഞതിൽ, കോട്ടയത്താണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, മാർക്ക് കുറഞ്ഞതിൽ ആ കുട്ടിയെ സ്കൂളിൽ ആക്ഷേപിച്ചതുകൊണ്ട് അത് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്? അത്രത്തോളം ക്രൂരമായ വാക്കുകൾ ആ അധ്യാപകന്റെ വായിൽ നിന്നും വന്നതുകൊണ്ടല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ അധ്യാപകരെല്ലാം ശരിയാണോ എന്നതും ചിന്തിക്കേണ്ടതുണ്ട്. കുട്ടികൾ ശരിയാണെന്ന് ഞാൻ ഒരിക്കലും സമർത്ഥിക്കുന്നില്ല, പക്ഷേ അധ്യാപകരും അങ്ങനെയല്ല എന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷെ അധ്യാപകർ അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ അശ്വതി സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, പണ്ടത്തെ പോലെയല്ല ഇപ്പോഴെന്നുള്ളത്. പണ്ടത്തെ അധ്യാപകരെ പോലെയല്ല ഇപ്പോഴത്തെ അധ്യാപകരെന്നും, പണ്ടത്തെ കുട്ടികളെ പോലെയല്ല ഇപ്പോഴത്തെ കുട്ടികൾ. പണ്ടുണ്ടായിരുന്ന സംസ്കാരം എന്താണ്? നമ്മുടെ ഒരു മുൻ തലമുറ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായി മനസ്സിലാകും. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഈ വഴി കൂടെ നടന്നു പോകുമ്പോൾ ഈ അധ്യാപകനെ കാണുമ്പോൾ ഈ മുണ്ട് താഴ്ത്തുന്ന അല്ലെങ്കിൽ ബഹുമാനം കാണിക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്ന കേരളമായിരുന്നു. പക്ഷേ ഇന്ന് അധ്യാപകരെ കണ്ടു കഴിഞ്ഞാൽ, അധ്യാപകരൊന്ന് ഫോൺ പിടിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലുമിടാന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന തലമുറയുള്ള കേരളമാണിത്. അതുപോലെ തന്നെ അധ്യാപകരുണ്ട്. അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ഞാൻ പറയുന്നത് അധ്യാപകരെ കുട്ടികൾ ബഹുമാനിക്കേണ്ട എന്നുള്ളതല്ല, പക്ഷേ നടുവളച്ച് അങ്ങനെ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട്. കാണുന്നത് കൊണ്ടല്ലേ ഈ നടുവളച്ച്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഇത് ഒരു അടിമ ജന്മി കൂടിയാൻ വ്യവസ്ഥയൊന്നുമല്ല. ഇത് നമ്മുടെ അധ്യാപകനെ, നമുക്ക് വിദ്യ പകർന്നു തരുന്ന ഗുരുവിനെ നമ്മൾ ആദരിക്കുന്നു, കാൽ തൊട്ട് വന്ദിക്കുന്നു. ഇതിലെവിടെയാണ് ഈ പറഞ്ഞതുപോലെ? പക്ഷെ അങ്ങനെയാണെങ്കിൽ ഐശ്വര്യ, എല്ലാത്തിനും നമ്മൾ വിധേയപ്പെട്ടുകൊണ്ടിരിക്കണം. പരസ്പര ബഹുമാനത്തോടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. കുട്ടികളെ അങ്ങനെ ശീലിപ്പിക്കുക തന്നെ വേണം. പക്ഷെ നാളത്തെ തലമുറയാണ്, നാളത്തെ പൗരന്മാരാണ്. അപ്പോൾ അവരെ ഈ സ്കൂൾ കാലം തൊട്ട് തന്നെ വിധേയത്വനാക്കി അങ്ങനെ വളർത്താൻ കഴിയുമോ നമുക്ക്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഇത് കേരള സംസ്കാരത്തിന്റെ ഭാഗമൊന്നുമല്ല, ഇങ്ങനെ കാൽ തൊട്ട് വന്നിക്കുന്നത് അല്ലെങ്കിൽ പൂജ ചെയ്യുന്നതൊന്നും നമ്മുടെ കേരളത്തിന്റെ സംസ്കാരമല്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ വിദ്യാഭ്യാസ മന്ത്രി ആണെങ്കിൽ ശരി, എന്തിനാ മുഖ്യമന്ത്രി ആയാൽ പോലും ഈ എഴുത്തിനിരുത്തുന്ന ദിവസം എന്തിനാണ് കുട്ടികളെ എഴുത്തിനിരുത്തുന്നത്? ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇല്ലേ? മുതിർന്നവർ കുട്ടികളുടെ കൈ പിടിച്ച് അവരെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരെ. അതാണ് ഐശ്വര്യ ഞാൻ പറഞ്ഞത്, അത് അധ്യാപകരുടെ കടമയാണ് അവർ ചെയ്യുന്നത്. നമ്മളുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഡോക്ടർമാർ നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന ആളുകളാണ് എന്ന് വിചാരിച്ച് നമ്മൾ പോയിട്ട് താണു വണങ്ങുവോ അല്ലെങ്കിൽ കാൽ കഴുകുന്നതും എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവൻ രക്ഷിക്കുന്നത് ഡോക്ടർമാരാണെന്ന് ആലോചിക്കണം. നമുക്ക് ആ ഒരു ബഹുമാനം അവരോട് എപ്പോഴും ഉണ്ടായിരിക്കും. അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അവരെ കാണുമ്പോൾ ആ ബഹുമാനം നമ്മൾ നൽകണം എന്ന് വിചാരിച്ച് നമ്മൾ വിധേയപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഇതൊരു, ഞാൻ പറഞ്ഞില്ല, അശ്വതി വിധേയപ്പെടുന്നു എന്ന് അശ്വതി അടക്കമുള്ള ഇടതുപക്ഷത്തിലെ ആളുകൾ ചിന്തിക്കുന്നത് കൊണ്ടാണ്. SFIയുടെ ഒക്കെ പ്രസ്താവനകൾ വളരെ ശരിയാണ് ഐശ്വര്യ. ഇവിടെ ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ അല്ല, ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അത് ഇടതെന്നോ വലതെന്നോ ഉള്ളതല്ല എൻ്റെ അഭിപ്രായം. ഞാൻ എന്നെ ഒരു വ്യക്തി എന്ന നിലയിലാണ് അഭിപ്രായം പറയുന്നത്. മനസ്സിലായി. ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷമാണ്, അതുപോലെ തന്നെ മറ്റ് ചില ആളുകളുമാണ് ഈ ഒരു വിഷയത്തെ ഭയങ്കരമായി എതിർക്കുന്നത്. അതായത് അധ്യാപകരുടെ കാല് വന്നിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ പാദപൂജ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. അത് നമ്മൾ നമ്മുടെ പൂർവികരുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും മുന്നോട്ട് ചിന്തിച്ചാലും മനസ്സിലാകും. കുട്ടികൾ വളർന്നു വരുമ്പോൾ ഈ പുരോഗമന ചിന്താഗതിയൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. ചില കാര്യങ്ങളിൽ
പുരോഗതിയും അല്ലെങ്കിൽ ആ ഒരു ചിന്തയൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഈ മാതാവ്, പിതാവ്, അതുപോലെ തന്നെ ഗുരു, നമ്മൾ അവരെ എപ്പോഴും ആദരിക്കുക തന്നെ വേണം. പക്ഷേ നമ്മൾ വന്ദിക്കുന്ന അധ്യാപകരെല്ലാം ശരിയായ അധ്യാപകരാണ് എന്ന് ചങ്കുറപ്പോടെ പറയാൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് സാധിക്കുമോ? നമ്മൾ കുട്ടികളെ എന്തിനാണ് സ്കൂളിലേക്ക് വിടുന്നത്? അവർ നല്ല കാര്യങ്ങൾ പഠിച്ച് നല്ല മൂല്യങ്ങൾ നേടി ജീവിക്കുക തന്നെയാണ്. പക്ഷേ അധ്യാപകര് അവരുടെ കടമ ചെയ്യുന്നുണ്ട്. അധ്യാപകരുടെ കടമയാണല്ലോ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ കുട്ടികൾ സ്കൂളിൽ പോകുന്നത്. ഇപ്പോഴത്തെ ഒരു പണ്ട് ഗുരുകുല വിദ്യാഭ്യാസമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഒരു സ്കൂളുകളിൽ ഫീസ് അടയ്ക്കാതെ ആ അധ്യാപകരെ പഠിപ്പിക്കാൻ തയ്യാറാകുമോ ഐശ്വര്യ? ഗുരുവിന്റെ പാദപൂജ ചെയ്യുന്നത് അല്ലെങ്കിൽ ഗുരുവിനെ വന്ദിക്കുന്നത്, അവർ മുതിർന്നവരെ വന്ദിക്കുന്നത്, അതിലെവിടെയാണ് തെറ്റെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അതൊരു സ്കൂൾ പ്രാവർത്തികമാക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും അത് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ എല്ലാ രക്ഷിതാക്കൾക്കും കുട്ടികളുടെ അടുത്ത് പറയേണ്ടി വരുന്നു, മോനെ മോളെ അത് ചെയ്യണമെന്ന്. കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ വരട്ടെ. എല്ലാവരും എന്തിനാണ് ഇത് ചെയ്യുന്നത്? താല്പര്യമുണ്ടെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ പറയാണ് എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല, എനിക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറ പറഞ്ഞു നമ്മൾ പറയോ നിനക്ക് താല്പര്യമില്ല, നീ പോകണ്ട നമ്മൾ പറയോ? നമ്മൾ കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ നമ്മൾ മുതിർന്നവർ പറഞ്ഞു കൊടുക്കുകയല്ലേ വേണ്ടത്. പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ, അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവന്റെ മനസ്സിലെ കാര്യങ്ങളും അവന്റെ ഇഷ്ടങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലേ ഐശ്വര്യ? പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഏതൊരു അധ്യാപകനാണ് ഒരു ദിവസം ഇഷ്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അവർക്ക് ഈ അറിവില്ലാത്ത പ്രായത്തിൽ പല ഇഷ്ടങ്ങളും ഉണ്ടാകും. അല്ലെങ്കിൽ അവർ ഈ നമ്മൾ ടി വിയിലാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ തന്നെയാണ് ഓരോ വാർത്തകൾ കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നത്. നിയമത്തിന്റെ ഈ ചില നിയമങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ നിയമത്തിന്റെ നൂലാമാലകൾ ഉപയോഗിച്ച് അധ്യാപകരെ കൊടുക്കുന്നതും. അത് നമ്മുടെ സമൂഹത്തിൽ അധ്യാപകർ നമ്മുടെ സമൂഹത്തിലൂടെ വെള്ളപൂശി നടക്കുന്നുണ്ട് ഐശ്വര്യ. കുട്ടികളെ എത്രത്തോളം മാനസികമായി പീഡിപ്പിക്കുന്നുണ്ട് പല കാര്യങ്ങൾ കൊണ്ട്. കുട്ടികളെ ശാരീരികമായി പീഡിപ്പിക്കുന്ന എത്രയോ അധ്യാപകരുണ്ട്. അവരെയൊക്കെ എങ്ങനെയാണ് നമ്മൾ അധ്യാപകരെന്ന് വിളിക്കാൻ കഴിയുന്നത്? ഈ പറഞ്ഞ ഈ കാര്യങ്ങൾക്കൊക്കെ ഈ മാറ്റം വരണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പണ്ട് അതാണ് മാറ്റങ്ങൾ മാറ്റങ്ങൾ വന്നത് എന്തുകൊണ്ടാണ്? പല സമരങ്ങളും പലതും നേടിയെടുത്തിട്ടുള്ള മാറ്റങ്ങളാണ്. അതിന് ഒരുപാട് ഉദാഹരണം പറയാനുമുണ്ട്. ഇപ്പോൾ കൂട്ടം കൂടി നമ്മുടെ ഒരു സഹപാഠിയെ കൂട്ടം കൂടി വിദ്യാർത്ഥികൾ കൊന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള അടി, വിദ്യാർത്ഥികൾ പുറത്തിട്ട് തല്ലുന്ന കാഴ്ചകൾ, അല്ലെങ്കിൽ അധ്യാപകരെ ചീത്ത വിളിക്കുന്നത്, ഇതൊക്കെ ഇന്നത്തെ തലമുറയിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നു? അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ എന്തുകൊണ്ട് സ്കൂളുകളിൽ കൂടുന്നു? ഈ പണ്ടൊക്കെ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. അതിനു മുൻപ് തീരെ ഇല്ലായിരുന്നു. അതെന്തുകൊണ്ടാണ്? നമ്മുടെ കാലഘട്ടത്തിൽ പോലും ഐശ്വര്യ നമുക്ക് ഇഷ്ടമുള്ള അധ്യാപകരും ഇഷ്ടമില്ലാത്ത അധ്യാപകരും എത്രയോ പേരുണ്ടായിരുന്നു. എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഓപ്പണായിട്ട് പറയാമെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള അധ്യാപകരുമുണ്ട്, നമുക്ക് ഇഷ്ടമില്ലാത്ത അധ്യാപകരുമുണ്ട്. ഏതൊരു കുട്ടി എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ ബഹുമാനം അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി നമ്മളുടെ ബഹുമാനം നമ്മളിങ്ങനെ പാദപൂജ ചെയ്യണം എന്നുള്ളതല്ല ഗുരുപൂർണിമയിൽ നടന്നത്. ഒരു മുതിർന്ന ഒരു അധ്യാപകനെ അല്ലെങ്കിൽ അധ്യാപികയെ ഇരുത്തുന്നു, അവരെ നമ്മൾ വന്ദിക്കുന്നു എന്നുള്ളതാണ്. ചില സ്കൂളുകളിൽ എല്ലാ അധ്യാപകരുടെയും പാദപൂജ ചെയ്ത സംഭവങ്ങളുണ്ട്. ഐശ്വര്യ, അങ്ങനെ ഉണ്ടായിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട് അശ്വതി, അതിനർത്ഥം നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് കുട്ടികളെ കൊണ്ട് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യിക്കുന്നു എന്നുള്ളതല്ല. ഈ ചില സ്കൂളുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടുത്തെ ഒരു രീതി, അതായത് അധ്യാപകരെ ബഹുമാനിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഗുരുപൂർണിമ ദിനത്തിൽ ഈ ഗുരുവിന്റെ പാദപൂജ ചെയ്യുക, അല്ലെങ്കിൽ ഗുരുവിനെ വന്ദിക്കുക. അതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ഈ താഴ്ന്നു നിൽക്കുക, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ജന്മികുടിയാൻ വ്യവസ്ഥ തിരികെ കൊണ്ടുവരാം എന്നുള്ളതല്ല. നമ്മുടെ ഈ ഒരു ചർച്ച കാണുന്ന പ്രേക്ഷകർ തന്നെ പറയട്ടെ, തങ്ങളുടെ കുട്ടികൾ എങ്ങനെ വളരണം എന്നുള്ളത്. പരസ്പര ബഹുമാനത്തോടു കൂടി അധ്യാപകരും വേണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നമ്മുടെ അധ്യാപകരെ ബഹുമാനിക്കാൻ, അല്ലെങ്കിൽ അവരെ എങ്ങനെ ബഹുമാനിക്കണം എന്നുള്ളത് ഒന്ന് നമ്മൾ പാരന്റ്സ് പറഞ്ഞു കൊടുക്കണം. ബഹുമാനം ഉണ്ടാകണം, തീർച്ചയായും ഉണ്ടാകണം. പക്ഷെ ആ ബഹുമാനം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ഒന്നും അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കെങ്കിലും കൊടുക്കണം എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും നല്ല വ്യക്തികളായി ഓരോ കുട്ടികളും ഈ സമൂഹത്തിൽ വളരണം എന്നത് തന്നെയാണ് പ്രാധാന്യം.